അവര് ദേ ഇവിടെ അടുത്തെത്തി. വേഗം പോ, അങ്ങോട്ട് ചെല്ല്, പോ. എന്താ സിനി, താനെന്തൊരു പ്രതിമ പോലെ ഇവിടെ നിൽക്കുന്നത്? ഒന്നുമില്ല നവീൻ, ഞാൻ ചുമ്മാ ബോറടിക്കുമ്പോഴൊക്കെ ഇവിടെ വന്നിങ്ങനെ നിക്കാറുണ്ട്. അത് നല്ല കാര്യമാണോ? വീടിനൊപ്പം പൂന്തോട്ടം ഉണ്ടാക്കാറുണ്ടെങ്കിലും ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ആരും അങ്ങനെ ആസ്വദിക്കാറില്ല. വല്ലപ്പോഴും നമ്മുടെ ബോറടി മാറ്റാനേ ഇവര് സഹായിക്കും, അല്ലേ? എങ്കിൽ പിന്നെ നിങ്ങളുടെ കാഴ്ചകൾ നടക്കട്ടെ, ഞാൻ ശല്യമാവുന്നില്ല. സിനി, ഇവിടെ ആരും ശല്യമൊന്നുമില്ല. താൻ അവിടെ തന്നെ നിന്നു. എന്നാലും നിങ്ങൾ പുതുമോടികളല്ലേ, കുറച്ച് പ്രൈവസി ഒക്കെ നല്ലതാ. നിങ്ങൾ എൻജോയ് ചെയ്തോളൂ. എൻജോയ് ചെയ്യാനാണ് എല്ലാവരുടെയും ആശംസ. പക്ഷേ നമ്മൾ അതിനു പറ്റിയ അവസ്ഥയിലും അല്ല. ജസ്റ്റ് ഓൺലി 41 days, ഓക്കെ? അത് കഴിഞ്ഞാല് നമ്മുടെ ജീവിതം ആസ്വദിക്കാൻ പോവല്ലേ? നീങ്ങ വന്നേ. വാ, നീയേ പെട്ടെന്ന് ഈ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തേ. എന്തിനാ? നവീനൊപ്പം കളരിക്കിലേക്ക് തിരിച്ചു പോകുന്ന നീയാ. എന്നാരാ തീരുമാനിച്ചേ? കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് അവസാനിച്ചില്ലേ? നവീനും ഗാഥയും ഒന്നിച്ച് ജീവിക്കാനും തുടങ്ങി. പിന്നെ അതിന്റെ ഇടയില് എവിടെയാണ് എന്റെ സ്ഥാനം? ഞാൻ പോവില്ല മാഡം. പറയുന്ന കേക്ക്. കളരിക്കലെ ആചാരം അനുസരിച്ച് വധു പൂർത്തിയാക്കേണ്ട ചില ചടങ്ങുകളുണ്ട്. അത് ഗാഥയ്ക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. നവീൻ താലി കെട്ടിയ പെണ്ണാണിത് ചെയ്യേണ്ടത്. അതുകൂടി നീ പൂർത്തിയാക്കണം. ഇതിപ്പോ എന്താ പറയാ? എന്റെ കൂടെ ഇവിടേക്ക് വന്ന അതേ ഗാഥ തന്നെയാ ഇപ്പൊ എന്റെ മുന്നിൽ നിൽക്കുന്നത്. അതിനിടയിൽ കണ്ടതൊക്കെ ഒരു മായാജാലം അല്ലേ? എങ്കിൽ പിന്നെ ഇനിയും വൈകിപ്പിക്കേണ്ടതാണ്. നിങ്ങളെന്ന് ഇറങ്ങിക്കൂ. അയ്യോ, അങ്ങനെ പേടിക്കൊന്നും വേണ്ട മമ്മി. ഇനി എത്ര ദിവസം കഴിഞ്ഞിട്ടാ മമ്മി എനിക്കൊന്ന് കാണാൻ പറ്റാ? കുറച്ചു നേരം കൂടെ ഞാൻ ഇവിടെ നിന്നോട്ടെ മമ്മി, അല്ലേ നവീൻ? എനിക്കങ്ങനെ തന്റെ അടുത്ത് എത്ര നിന്നാലും മതിയാവില്ല. സോ ഐ ആം ഹാപ്പി. താങ്ക് യു മാം. മാഡം തരുന്നത് ഒരിക്കലും ഒരു സ്മോൾ ഗിഫ്റ്റ് ആവത്തില്ലല്ലോ. മോളെ, ഇത് കുറച്ച് റെയർ കളക്ഷൻസ് ആണ് ജ്വല്ലറിയുടെ. ഇത് മോക്കുള്ളതാ.
നവീൻ, ഇനി നിങ്ങൾ ഇറങ്ങിക്കോളൂ. കഥ എന്താണോ ഇത്? എന്തുപറ്റി? തന്നെ യാത്രയാക്കുമ്പോ മമ്മി ചെയ്യാറുള്ളതൊക്കെ ചെയ്തു. പക്ഷേ താനെന്താ മമ്മിക്കൊരു ഉമ്മ പോലും തിരിച്ചു കൊടുക്കാത്തത്? അത് ഗാഥ മാഡം അവസാനത്തേക്ക് വച്ചിരിക്കുവല്ലേ. വേറൊന്നുമല്ല നവീൻ, ഇവര് തമ്മിൽ പിരിയുമ്പോ അവസാനം ഒരു കരച്ചിലുണ്ട്. അത് ഗാഥ മാഡം മാമിനൊരു ഉമ്മ കൊടുക്കുമ്പോഴായിരിക്കും.